ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ബോട്ടിമിലെ SNLP എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതായത് സെൻഡ് മണി പെയ്ഡ് ലെറ്റർ. നമുക്ക് നാട്ടിലേക്ക് പൈസ അയക്കാൻ ബോട്ടിം അഡ്വാൻസ് ആയിട്ട് കുറച്ച് ക്യാഷ് തരികയാണ്. ആ ക്യാഷ് നമുക്ക് തവണകളായിട്ട് തിരിച്ചടക്കാവുന്ന ഒരു മെത്തേഡാണ് ഈ SNLP എന്ന് പറയുന്നത്. ഒരുപാട് ആൾക്കാർ എന്നോട് ഈ SNLPയുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മലയാളത്തിൽ അതിൻ്റെ വീഡിയോ കുറവാണ്, ഹിന്ദിയിലൊക്കെയാണുള്ളത്. പേഴ്സണലായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇത് പലിശയാണ്. ബോട്ടിൽ നമുക്ക് പൈസ തന്നിട്ട് നമ്മൾ തിരിച്ചടക്കുന്നത് പലിശയായിട്ടാണ് നമ്മൾ തിരിച്ചടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പ്രോത്സാഹിപ്പിക്കുന്നത്. എങ്കിൽ കൂടി ബോട്ടിമിലുള്ള ഒരു അപ്ഡേഷൻ എന്നുള്ള നിലക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. SNLP എന്നുള്ളത് നമുക്ക് ബോട്ടിം പൈസ ഇപ്പോൾ ചിലവർക്ക് ഇപ്പോൾ നമ്മൾ ബോട്ടിമി SNLP എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ മാക്സിമം നിങ്ങളുടെ സാലറിയൊക്കെ കൂട്ടി കൊടുക്കുക. നല്ലൊരു എമൗണ്ട് സാലറിയൊക്കെ കൂട്ടി കൊടുത്താൽ ഇതെന്താ വെച്ചാൽ SNLP ഈ സെൻഡ് മണി പെയ്ഡ് ലെറ്റർ എന്ന് പറഞ്ഞാൽ അത് AI ആണ് ഇത് ജനറേറ്റ് ചെയ്യുന്നത്, അതല്ലാതെ മാനുവലല്ല. അതുകൊണ്ട് തന്നെ നമ്മളെന്താണോ എങ്ങനെയാണോ ഡീറ്റെയിൽസ് കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ടാണ് അതിൻ്റെ നമുക്ക് റിസൾട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ സാലറിയൊക്കെ കൂട്ടി കൊടുത്താൽ നമുക്ക് എന്തായാലും 5000 ദിറംസൊക്കെ അവർ ക്രെഡിറ്റ് ആയിട്ട് തരും. ക്രെഡിറ്റ് വെച്ചാൽ 5000 ദിറംസ് നമ്മുടെ ബോട്ടിമിലേക്ക് അവർ പൈസ തരും. നമ്മൾ ഇപ്പോൾ ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ എടുത്തിട്ട് നാട്ടിലേക്ക് പൈസ അയക്കേണ്ട ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ എടുക്കുക. അതെടുത്തിട്ട് നമ്മൾ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ട് പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ടല്ലോ, ആ പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ എടുക്കുമ്പോൾ അതിലുണ്ടാവും ഈ SNLP എന്നുള്ള സെൻഡ് മണി പെയ്ഡ് ലെറ്റർ എന്നുള്ള അതിൽ ആ ക്യാഷ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള ക്യാഷാണ് നമ്മൾ നാട്ടിലേക്ക് അയക്കുക. അതിൽ 1 മാസം കൊണ്ട് 3 മാസം കൊണ്ട് 6 മാസം കൊണ്ടൊക്കെ തിരിച്ചടക്കുന്നുണ്ട്. ഓരോ തവണകൾ അടക്കുന്നതും പലിശയുടെ ഡിഫറൻറ്റ് വരും. ഒരിക്കലും ഞാനിത് നിങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നതല്ല. പലിശ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും അത് പ്രോത്സാഹിപ്പിക്കില്ല. ബോട്ടിമിൻ്റെ ഒരു അപ്ഡേഷൻ എന്നുള്ളതിൽ ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്തുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു തരാണ്. ഇനി ഇതിൽ തന്നെ നിങ്ങളിപ്പോൾ പൈസ അയച്ച് ഈ മാസം അയച്ചു, അടുത്ത മാസം മുതൽ അവരടുത്ത് കാണിക്കും ഏത് മാസം മുതലാണ്. ചിലപ്പോൾ ഈ മാസം അയച്ചാൽ ചിലപ്പോൾ ഇത് ഓഗസ്റ്റ് ആണെങ്കിൽ സെപ്റ്റംബർ ആ ഡേറ്റ് കാണിക്കും. ആ ഓരോ ഡേറ്റിലാണ് തിരിച്ചടക്കുന്നത് നിങ്ങൾ ബോട്ടിം വഴിയാണ്. അത് തിരിച്ചടയ്ക്കാനുള്ള ക്യാഷ് നിങ്ങൾ ബോട്ടിമിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സാലറി കാർഡോ മറ്റ് ബാങ്ക് കാർഡോ അതിൽ ആഡ് ചെയ്ത് വെച്ചാൽ മതി. ഇതിൽ ലിങ്ക് ചെയ്ത് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ നിന്ന് കട്ടായി പോകുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനുവലായിട്ട് തന്നെ അത് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഓട്ടോമാറ്റിക് അല്ലാതെ തന്നെ. ഇനി നിങ്ങളിപ്പോൾ ഒരു 1500 ദിറംസ് അവർ തന്നു എന്ന് വിചാരിക്കുക. 1500 ദിറംസ് നിങ്ങൾ നാട്ടിലേക്ക് പൈസ അയച്ചു, ഒരു 3 അടവിന് അയച്ചു അല്ലെങ്കിൽ ഒരു 6 അടവിന് അയച്ചു എന്ന് വിചാരിക്കുക. 6 അടവിന് അയച്ചിട്ട് ഒരു എമൗണ്ട് കാണിക്കും. അപ്പോൾ തിരിച്ചടക്കുമ്പോഴത്തേനും ഒരു ഇത്ര ശതമാനം പലിശ പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ തിരിച്ചടച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ 2-3 മാസം തിരിച്ചടങ്ങുമ്പോൾ തന്നെ ഈ SNLP എന്നുള്ള ഇതിൽ ഈ ക്രെഡിറ്റ് കയറിക്കൊണ്ടിരിക്കും. നമ്മൾ മുഴുവനായിട്ട് തിരിച്ചടച്ചാലല്ല അടുത്ത പൈസ കിട്ടുക. ഇപ്പോൾ 1500 നമ്മളിപ്പോൾ ഒരു 2 മാസം അടച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു 200 സംതിങ് 300 റുപ്യയുടെയൊക്കെ അടവാണ് വരിക. അങ്ങനെയാണെങ്കിൽ 2 മാസം ആകുമ്പോഴത്തേന് അതിൽ 400 ചില്ലാനൊക്കെ ആയി 500-ൻ്റെ ഉള്ളിലാണെങ്കിൽ 500 ആയിട്ട് അവിടെ കാണിക്കും. അപ്പോൾ ഈ പൈസ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടവിന് അയക്കാൻ പറ്റും. അപ്പോൾ 2 മാസം 3 മാസം കഴിയുമ്പോൾ നമുക്ക് അതിൽ നോക്കാൻ പറ്റും SNLPയിൽ അതിലിപ്പോൾ ക്രെഡിറ്റ് എത്ര എടുക്കണം എന്നുള്ളത്. ഓരോ മാസം തിരിച്ചടക്കും തോറും അതിൻ്റെ പഴയ ക്രെഡിറ്റ് കയറി വരും. അപ്പോൾ 1500-ഓ 5000 ആണെങ്കിൽ ഓരോ മാസങ്ങൾ കഴിയും തോറും 6 മാസം അടവിലാണെങ്കിൽ അല്ലെങ്കിൽ 3 മാസം അടവാണെങ്കിൽ 3-ാമത്തെ മാസം അടക്കുന്നതോട് കൂടിയിട്ട് ഈ നമുക്ക് തന്ന ക്രെഡിറ്റ് വീണ്ടും കയറി വരും. അപ്പോൾ ആദ്യം ഒരാൾക്ക് 1500 ആണെങ്കിൽ അവർ കറക്റ്റ് അടവൊക്കെ ചെയ്തു ബോട്ടിമിൽ നമ്മുടെ നാട്ടിലേക്ക് പൈസ അയക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്രെഡിറ്റ് കൂട്ടി വരും. ഇപ്പോൾ SNLPയിൽ ഇത് നിങ്ങൾക്ക് വരുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ബോട്ടിം വഴി നാട്ടിലേക്ക് പൈസ അയക്കുക എന്നുള്ളതാണ്. നാട്ടിലേക്ക് നിങ്ങൾ കൂടുതൽ പൈസ അയക്കുമ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ AI ജനറേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നാട്ടിലേക്ക് പൈസ അയക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ SNLPയിൽ പൈസ ക്രെഡിറ്റ് ആയിട്ട് വന്നു വീഴും. അപ്പോൾ ഇതാണ് ഈ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. നിങ്ങൾ എപ്പോൾ തിരിച്ചടച്ചു കൊണ്ടിരിക്കുന്നു, ഇപ്പോൾ 2 മാസം തിരിച്ചടച്ചു കഴിഞ്ഞാൽ ആ 2 മാസം പൈസ ക്രെഡിറ്റ് ആയിട്ട് വീഴും. അത് വീണ്ടും നമുക്ക് ക്രെഡിറ്റ് ആയിട്ട് എന്താ ചെയ്യുക, ഇൻസ്റ്റാൾമെൻറ്റായിട്ട് നാട്ടിലേക്ക് പൈസ അയക്കാം. അപ്പോൾ ഓൾറെഡി മറ്റേ അടവുകളുടെ ബാലൻസ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ടൊക്കെ ആയിരിക്കും അത് മിക്സ് ആയിട്ട് വരിക.
അപ്പോൾ അത് നോക്കുക. അത് നിങ്ങൾക്ക് അത് കൊടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും എത്രയാണ് അതിൻ്റെ ഇതൊക്കെ വരിക എന്നുള്ളത്. എന്തായാലും ഇത് ഇൻട്രസ്റ്റ് ആണ്, പലിശയാണ്. ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല, നിങ്ങളത് ചെയ്യാൻ പറയില്ല. ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്തുകൊണ്ട് ഞാനിതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തുകൊണ്ട് മാത്രം അതിനൊരു അപ്ഡേഷൻ പറയുന്നു എന്ന് മാത്രം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. വാട്സപ്പിൽ ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജുകൾ അയക്കുന്നുണ്ട്. എൻ്റെ സമയപരിമിതി വെച്ചിട്ട് ഞാൻ അവർക്ക് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. എന്തായാലും ഞാൻ റിപ്ലൈ തരും. പക്ഷേ പെട്ടെന്ന് റിപ്ലൈ തന്നില്ലെങ്കിൽ നിങ്ങൾ നിരാശപ്പെടരുത്. എന്തായാലും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.